ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്ഥാനമാണ്. അപ്പം നോക്കി ഇപ്പോൾ ഈ രാഹുവിൻ്റെ അവിടുത്തെ നെഗറ്റീവ് എനർജി കൂടിയിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് വരുവാണെന്ന് വരിയിൽ അവിടുത്തെ അപ്പോൾ അത് കൂടിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഭരിക്കുക എന്നാണ് ജൂപ്പിറ്റർ, അതായത് ഗുരുവാണ് ഭരിക്കുന്നത്. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനാൻഷ്യലി ഉള്ളതും ബാക്കിയുള്ള സപ്പോർട്ടും പല കാര്യത്തിലും നല്ലതാണ്, നമുക്ക് ഐഡിയ ക്രിയേറ്റിവിറ്റി അങ്ങനെ വരാൻ. അപ്പോൾ അങ്ങനെ പല കാര്യത്തിനും ഉപകരിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ടോയ്ലറ്റ് വന്നാലും വളരെ പ്രശ്നമാണ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അഥവാ അവിടെ ടോയ്ലറ്റ് ഇല്ലയെന്ന് വെച്ചു, ഈ തെക്ക് പടിഞ്ഞാറ് രാഹുവിൻ്റെ പൊസിഷനിൽ മാത്രം ആ ടോയ്ലറ്റ് വരുന്നതെന്ന് വെച്ചു, അപ്പോൾ അവിടെ എനർജി, നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് ഓടി ബ്രഹ്മസ്ഥാനത്തിലോട്ട് മൈനസ് എനർജി കൂടി വന്ന് ആ ബ്രഹ്മസ്ഥാനവും കവർ ചെയ്ത് നമുക്ക് കിട്ടുന്ന പൈസയും കാര്യങ്ങളെ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്യും. അത് ഇപ്പോൾ ഇവിടുന്ന് വന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ പറയുന്ന ഈശാന കോണിലോട്ട് അതിൻ്റെ ആ നെഗറ്റീവ് എനർജി വന്ന് ഇവിടുത്തെ പോസിറ്റീവ് എനർജി ആണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് എനർജിയെ പോലും കട്ട് ചെയ്ത് നെഗറ്റീവ് എനർജി അവിടെ നിന്ന് വന്ന് നമുക്ക് ഈ പറയുന്ന ബ്രഹ്മസ്ഥാനവും കവർ ചെയ്ത് അപ്പുറത്ത് വന്ന് നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ, നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഒന്നിലെ വീട് വെക്കാൻ പറ്റാതെ വരിക, വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അപ്പോഴത്തേന് ജോബ് പോവുക, അങ്ങനെയുള്ള പല രീതിയിലുള്ള. ഇപ്പം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിളൊന്നുമില്ല, ഈ ഒരു ഡയറക്ഷനിൽ ടോയ്ലറ്റ് വന്നു. അപ്പോൾ ടോയ്ലറ്റ് വന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇവിടെ ആയാലും അതേമാതിരി ഓപ്പോസിറ്റ് ഭരിക്കുന്ന ജൂപ്പിറ്ററിൻ്റെ ഡയറക്ഷനായാലും ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ വളരെ വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂപ്പിറ്ററും കയറി നെഗറ്റീവായി പോകും. കാരണം അവിടെ ടോയ്ലറ്റ് ഇല്ലേ പോലും ഈ രാഹുവിൻ്റെതായിട്ടുള്ള, കാരണം രാഹു എന്ന് പറഞ്ഞാൽ അത്ര പവർഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നിങ്ങൾ വിചാരിക്കും ഒരു വാസ്തുവാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുകയാണെങ്കിൽ ആ കുട്ടികളെ വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നേരെ രാഹു നെഗറ്റീവായി പോകും. അതുപോലെ പ്രത്യേകിച്ച് രാഹുവൊക്കെ വൃത്തിയായിട്ടില്ല 5-ലൊക്കെ, ഈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒരു സമയത്ത് 5 ചിലപ്പോൾ ഈ 5 രാഹു നിന്ന ചില ആൾക്കാർ, ലേഡീസ് ആയാലും ജെൻസ് ആയാലും അവർ ഒളിച്ചോടാനുള്ള സാധ്യത. അതുപോലെ അങ്ങനെ രാഹു പോലും ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പോലും നെഗറ്റീവ് ആകുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള പല രീതിയിലുള്ള അനർത്ഥങ്ങളെ വിട്ടുമാറാത്ത പല രീതിയിലുള്ള അസുഖങ്ങൾ, ഈവൻ ക്യാൻസർ പോലും കൊണ്ടുതരുന്ന രാഹുവാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രാഹുവിൻ്റെ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് വേറെ ഡയറക്ഷനുണ്ട്, പക്ഷേ വേറെ ഡയറക്ഷനുണ്ട് ക്യാൻസർ വരുന്നതിൻ്റെ. പക്ഷേ അതല്ല പറഞ്ഞ് അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളെ നമ്മുടെ ഫാമിലി പരമായിട്ട്, അതുപോലെ പിതൃദോഷം എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ പിതൃദോഷം, ഈ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ സ്ഥാനം, നമ്മുടെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടി, അതാണ് പിതൃദോഷം എന്ന് പറയുന്നത്. നമ്മുടെ അവിടുത്തെ കുലദൈവങ്ങൾ അവിടെ നെഗറ്റീവ് ആവുകയാണ്, നമുക്ക് വരാനിരിക്കുന്ന പല നല്ല കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആൻസിസ്റ്ററായിട്ടുള്ള കണക്ടിവിറ്റി, അതാണ് പിതൃദോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ തലമുറകൾ അവിടെ നിൽക്കാതിരിക്കാനോ അല്ലെങ്കിൽ അടുത്ത കുട്ടികൾ ഉണ്ടാകാതിരിക്കാനോ, അതേമാതിരി അബോർഷൻ ഉണ്ടാകാൻ പല റിപ്പീറ്റഡായിട്ടുള്ള അബോർഷൻ ഉണ്ടാകാതിരിക്കാനോ പ്രത്യേകിച്ച് ജൂപ്പിറ്റർ അവിടെ നെഗറ്റീവ് ആകുമെന്ന് മനസ്സിലാവുക. ജൂപ്പിറ്റർ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അബോർഷനാണ്, കാരണം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്ര സിമ്പിളാണ്, മീൻസ് അത്ര ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് 100% കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ 2 ഡയറക്ഷനിലും ഇത് ഒഴിവാക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ജൂപ്പിറ്ററും നെഗറ്റീവ് ആകും, രാഹു നെഗറ്റീവ് ആകും എന്ന് പറയും. അപ്പോൾ ഈ രണ്ടിൻ്റെ ആയിട്ടുള്ള ഓരോ ഇമ്പോർട്ടൻസും കാര്യങ്ങളും പല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഡയറക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വെപ്പൺസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല റിലേഷൻഷിപ്പ് വെക്കാനുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള പല ഓരോന്നിനും ഓരോ പൊസിഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇത് പോട്ട് ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ട് നിൽക്കുന്ന പടിഞ്ഞാറ് ഭാഗം ചീത്തയായി കഴിഞ്ഞാൽ പോലും അവിടെ ശനിയാണ് ഭരിക്കുന്നത്. അപ്പോൾ ഓരോ ഡയറക്ഷനിലും ഓരോ ഭരിക്കുന്ന കാര്യങ്ങൾ ഇതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ വന്നപ്പം, ഈ കോവിഡൊക്കെ വന്നപ്പോൾ ഗുജറാത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില വീട്ടുകളിലെ 5 പേരുണ്ട്, 5 പേരും മരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. 6 പേരുണ്ട്, 6 പേരും മരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആ ഒരു നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ രാഹു നെഗറ്റീവായിട്ട് നിന്നിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരു വീട്ടിലൊക്കെ 5 പേർക്കല്ല 6 പേരുണ്ട്, 6 പേർക്കും കൂട്ടത്തോടെ മരിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറ്റില്ല. അന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ജൂപ്പിറ്ററിന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം ജൂപ്പിറ്റർ നമുക്ക് നെഗറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പം ജൂപ്പിറ്ററിൻ്റെ ആയിട്ടുള്ള ആ നെഗറ്റിവിറ്റി എന്നാൽ നമ്മൾക്ക് ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവർ ഇല്ല.
അവിടെ കൊണ്ട് ടോയ്ലറ്റ് വെക്കുക. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ മെഡിസിൻ വെക്കേണ്ടതാണ്. ചെറിയൊരു സ്റ്റോറി പറയാം. കാലപുരുഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാലപുരുഷൻ ഉണ്ടായത് ഒരു ദിവസം ശിവനും അനകാസുരനും തമ്മിൽ യുദ്ധമുണ്ടായി. പൊരിഞ്ഞ യുദ്ധം, ഏറ്റുമുട്ടൽ, ഏറ്റൊടിയിൽ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണ് അതിൽ നിന്ന് ആജാനബാഹുവായിട്ടുള്ള ഒരു രൂപം ഉണ്ടായി. അതാണ് കാലപുരുഷൻ. അപ്പം ഈ കാലപുരുഷൻ നിൽക്കുന്ന നിപ്പിൽ വളർന്ന് വലുതായിക്കൊണ്ടിരുന്നു. ഉടനെ നമുക്ക് ഇവിടെ രാക്ഷസനും അറിഞ്ഞുകൂടാ, ദേവന്മാർക്കും അറിഞ്ഞുകൂടാ. ഈ രണ്ടുപേരും പേടിച്ചു, രാക്ഷസനും പേടിച്ചു, ദേവനും പേടിച്ചു. എന്താണ് ഈ രൂപം? ഏറ്റവും ഈ രൂപം ഈ ആൾക്കാരെല്ലാം നേരെ ഓടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ ഈ രൂപവും അവിടെ രാക്ഷസ രൂപം അപ്പോൾ ഭൂമി നിപ്പി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം പോയിട്ട് ബ്രഹ്മാവിൽ തലയർപ്പിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ അടുത്ത് തലയർപ്പിക്കുന്ന ഒരു സമയത്ത് ആ ഒരു തലയുടെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഈ പറയുന്ന ഈശാന കോണം എന്ന് പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ തലയാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും ഈ വാസ്തുപുരുഷൻ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ തിന്നു തീർക്കുമെന്ന് മനസ്സിലായി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ സാമന്തപുത്രനായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തെ ഭൂമിയിലേക്ക് ചവിട്ടി ഞെരിച്ച് ഈ പറയുന്ന രാക്ഷസനും ദേവന്മാരും കൂടെ ചവിട്ടി മെതിച്ചു. അപ്പം ഇനി എന്താണ് ഞാൻ ഇങ്ങനെ നിന്നാണ് എന്താണ് കഴിക്കേണ്ടത്? അപ്പം അവിടെ ഒരു വരം കൊടുത്തു, നീ നമ്മുടെ ഭൂമിയുടെ പ്രകൃതിയുടെ നിയമത്തിനെ തെറ്റിച്ച് ആ നിയമത്തിന് എഗനിസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരപ്പം അങ്ങനെ റോങ് ആയിട്ടുള്ള വാസ്തുവിൻ്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് വീട് വെക്കുന്ന അവരെ നിങ്ങൾക്ക് ഭക്ഷണമാക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ ആയിട്ടുള്ള എനർജി, പല ക്രിയേറ്റിവിറ്റിയായിട്ടുള്ള കഴിവ്, അല്ലെന്നൊരു അവർക്കുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല കഴിവുകളും ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ കഴിവ് കാര്യങ്ങളെ എല്ലാം അവിടെ നശിച്ചു പോകുക. അപ്പം വിട്ടുമാറാത്ത അസുഖങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഓരോ ഡയറക്ഷനിലും മനുഷ്യർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്.